ദൈവം സ്നേഹിക്കുന്നു, എല്ലാവരെയും ഞാൻ സ്നേഹിക്കും എന്നുള്ളതായ വലിയ ദർശനം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചതായ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ അഭിവന്ദ്യ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത തിരുമേനി എല്ലാവരുടെയും സ്നേഹ ആദരവുകൾ ഏറ്റുവാങ്ങിയ ഒരു ശ്രേഷ്ഠ പുരോഹിതനാണ്. കലവണ്ടിൽ കെ യുമൻ കശിഷായുടെയും ശോശാമ്മ കൊച്ചമ്മയുടെയും രണ്ടാമത്തെ പുത്രനായി ധർമ്മിഷ്ഠൻ ജനിച്ചു. വാക്കിനാലും പ്രവൃത്തിയാലും ധർമ്മം അനുഷ്ഠിക്കുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത എന്ന നിലയിൽ സഭയിൽ ശ്രേഷ്ഠമായിട്ടുള്ളതായ സേവനം അനുഷ്ഠിച്ചു. ഇവിടെ ഓർപ്പിച്ചതുപോലെ 2001 മെയ് മാസം 5-ാം തീയതി ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയപ്പോൾ 103 വർഷക്കാലം ജീവിച്ച് സഭയെയും സമൂഹത്തെയും വിവിധ രീതിയിൽ തൻ്റെ സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഇടപെടൽ കൊണ്ടും പ്രവൃത്തി കൊണ്ടും സമ്പന്നമാക്കിയതായ ഒരു ജീവിതമാണ് മാറ്റപ്പെട്ടത്. കോവിഡ് കാലഘട്ടത്തിലാണ് തിരുമേനിയുടെ മരണം. ആ സമയത്ത് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വരിക എന്നത് വളരെ പ്രയാസമായിരുന്നു. ഞാൻ ആ സമയത്ത് നോർത്ത് അമേരിക്ക യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെ ചുമതലയിലായിരിക്കുമ്പോൾ ലണ്ടനിൽ പ്രോഗ്രാമിന് പോയി. കോവിഡിൻ്റെ സമയമായതിനാൽ ഇന്ത്യയിലേക്ക് വരുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആ ഫ്യൂണറലിൽ സംബന്ധിപ്പാൻ സാധിക്കാഞ്ഞ ഒരു വലിയ വിഷമം ഇന്നും എൻ്റെ മനസ്സിൽ ഉണ്ട്. കാരണം വളരെയധികം സഭയെയും സഭാമക്കളെയും സഹോദര എപ്പിസ്കോപ്പന്മാരെയും കരുതരായ ഒരു പിതാവ് എന്ന നിലയിൽ പിതൃതുല്യമായ വാത്സല്യവും കരുതലും വളരെയധികം അനുഭവിപ്പാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. 2007 ഒക്ടോബർ 1-ാം തീയതി മെത്രാപ്പോലീത്ത എന്ന ചുമതല ഒഴിഞ്ഞ് വലിയ മെത്രാപ്പോലീത്ത എന്ന പദവിയിൽ താൻ വിശ്രമിച്ചു. അതിനുശേഷം ഓരോ രംഗങ്ങളിൽ, സാമൂഹ്യ രംഗങ്ങളിലായാലും വിവിധ മതങ്ങളുടെയും വ്യത്യസ്തമായ കൂട്ടങ്ങളുടെയും ഇടയിലായാലും വളരെയധികം ശ്രേഷ്ഠതയോടെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിട്ടാണ് തിരുമേനിയെ നാം കാണുന്നത്. വിശാല മാനവികതയുടെ പ്രവാചകൻ എന്ന രീതിയിൽ തൻ്റെ മഹത്വകരമായിട്ടുള്ളതായ പ്രവർത്തനം കാഴ്ചവെച്ചതായ തിരുമേനി അങ്കോല ആശ്രമത്തിൽ തൻ്റെ ജീവിതം, പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ ഒരു യുവാവായിരിക്കുമ്പോൾ അശരണരുടെയും ആലംബഹീനരുടെയും ചുവട്ടുതൊഴിലാളികളുടെയും ഒക്കെ മധ്യത്തിൽ പ്രവർത്തിപ്പാൻ സന്നദ്ധത കാട്ടിയതായ ആ ഒരു ജീവിതം പിന്നീട് ഓരോ രംഗങ്ങളിൽ അപ്രകാരമുള്ളതായ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതായ വലിയ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് ദൈവം ശക്തീകരിച്ചു എന്നോർത്തും ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. അതുകൊണ്ടാണ് രാഷ്ട്രം പത്മഭൂഷൺ നൽകി ആദരിക്കുമ്പോൾ
എല്ലാ തുറകളിലുമുള്ളതായ മനുഷ്യരെ കരുതുന്നതായ, സ്നേഹിക്കുന്നതായ ഒരു സഭാ പിതാവ് എന്ന രീതിയിൽ വലിയ മെത്രാപ്പോലീത്ത തിരുമേനിക്ക് ആദരവ് നൽകിയത്. നർമ്മരസം കലർന്നതായ പ്രഭാഷണങ്ങൾ, തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതായ തൻ്റെ വാക്കുകൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവരോട് ഹൃദ്യമായിട്ട് ഇടപെടുന്നതായ ജീവിത രീതി, പ്രകോപനമില്ലാതെ, പരിഭവമില്ലാതെ, എല്ലായ്പ്പോഴും നന്മയുടെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ആ നന്മ മാത്രം ചെയ്യുവാനായിട്ട് ശ്രമിച്ചതായ ഒരു വ്യക്തിത്വം. ഓരോ സാഹചര്യങ്ങളിലും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും, അവിടെ എങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ സാധിക്കും, ആ രീതിയിൽ വളരെ വിശാലമായിട്ടുള്ളതായ ചിന്തയിലൂടെ തൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കാഴ്ചവെക്കുവാൻ ദൈവം സഹായിച്ചു. ഞാനൊരു യുവപട്ടക്കാരനായിട്ട്, പ്രത്യേകിച്ച് ആദ്യം പട്ടത്ത് ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച് വിലാസ്പൂർ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് സേവനമനുഷ്ഠിക്കുന്ന സമയത്ത്, അന്ന് ഭദ്രാസന എപ്പിസ്കോപ്പ എന്ന നിലയിൽ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി ഇടവക സന്ദർശനത്തിനായിട്ട് വന്നത് ഈ സമയത്ത് എൻ്റെ ഓർമ്മയിൽ വരികയാണ്. 2-3 സ്ഥലങ്ങളിൽ, രാജാറ, ബിലായി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആരാധന കഴിഞ്ഞിട്ട് ബിലാസ്പൂരിൽ ചെന്നു, ട്രെയിൻ ഇറങ്ങി ഒരു ഭവനത്തിൽ ചെന്നു, വിശ്രമിച്ചു. അന്ന് വൈകിട്ട് കുർബാനയ്ക്കായിട്ട് ഒരു ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു ടൂറിസ്റ്റ് ടാക്സിയാണ് അന്ന് അവിടെ നിന്ന് ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുമേനിയുടെ കുർബാനപ്പെട്ടിയൊക്കെ അതിൽ വെച്ച് ഞങ്ങൾ വലിയ അഭിമാനത്തോടു കൂടെ തിരുമേനിയെ സ്വീകരിച്ച് ദേവാലയത്തിലെത്തി. ധാരാളം ആളുകൾ സ്വീകരിക്കാനുണ്ടായിരുന്നു. സ്വീകരിക്കുന്ന കൂട്ടത്തിൽ തിരുമേനിയുമായിട്ട് ഞങ്ങൾ മുമ്പോട്ടങ്ങ് പോയി. കൂടെ ഉണ്ടായിരുന്ന ചിലരൊക്കെ വണ്ടിയിലുണ്ടായിരുന്നത് ഈ കുർബാനപ്പെട്ടി എടുക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഞാനും മുന്നോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടാക്സിക്കാരൻ പെട്ടിയുമായിട്ട് തിരികെ പോയി കഴിഞ്ഞു. ഞങ്ങളകത്ത് ചെന്നപ്പോൾ കുർബാനപ്പെട്ടിയില്ല, ടാക്സി പോയിരിക്കും. പിന്നെ അവിടെ അവർ നിന്നിട്ട് ടാക്സിക്കാരനെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അദ്ദേഹം വളരെ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞു. എന്നാൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. തിരുമേനി വന്നിട്ടുണ്ട്, കുർബാന തുടങ്ങാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ആ സാഹചര്യം കൈകാര്യം ചെയ്യുന്നത്? തിരുവടി പറയും, തിരുമേനി ഇങ്ങനെ ഒരു പ്രയാസമാണ്, എന്തായി എന്ന് വിഷമിക്കേണ്ട, ഞാൻ പ്രസംഗം തുടങ്ങാം, പ്രസംഗം തുടങ്ങി അവരെ ഞാൻ കൈകാര്യം ചെയ്യാം, അപ്പോഴത്തേക്ക് പെട്ടിഞ്ഞ് വന്നാൽ മതി. എന്നിട്ട് തിരുമേനി അവരോട് കുശല പ്രശ്നമൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് പ്രസംഗം തുടങ്ങി. ജനങ്ങളെയെല്ലാം അവിടെ ഇങ്ങനെ എടുത്ത് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. വെട്ടി വരുന്നത് വരെ അത് തുടർന്നു. അവസാനം വന്ന് വെട്ടി വന്ന് കുർബാന അനുഷ്ഠിച്ച് അന്നത്തെ മീറ്റിംഗ് അവസാനിച്ചു. ഇത് എനിക്ക് വലിയൊരു പാഠമായിരുന്നത്. അതായത് ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്രകോപനവുമില്ല, ഒന്നുമില്ല, ശാന്തമായിട്ടിരുന്നു കൊണ്ട് ആ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുന്നത്, യാതൊരു പ്രയാസവുമില്ലാതെ അത് കൈകാര്യം ചെയ്യുന്നത് കാണുന്നത്. പക്ഷേ ഇങ്ങനെ ഈ പിതാക്കന്മാരിൽ നിന്നാണ് വലിയ പാഠങ്ങൾ പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അവരുടെ മാതൃകയും അവർ കാട്ടിയതായ പാതയും ഒക്കെ എത്ര ശ്രേഷ്ഠമാണ്. ഈ സഭയെ സഭയാക്കി മാറ്റുവാനായിട്ട് അങ്ങേയറ്റം ശ്രദ്ധിച്ചതായ പിതാക്കന്മാർ. അവിടെ നല്ല നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത്. പലപ്പോഴും ഒരു കാലം ചെയ്യുമ്പോഴാണ് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുവരെ അവരെ ഇങ്ങനെ മുള്ളയിൽ നിർത്തും. അതാണ് നമ്മുടെ സ്വഭാവം, അത് സാധാരണ ഉള്ളതാണ്.
ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യം പറയാതെ ഉള്ളിൽ നിർത്തിയിട്ട് മരിക്കുമ്പോൾ നല്ല കാര്യം. അതുകൊണ്ടാണ് ഈ മെമ്മോറിയൽ ലെക്ചറൊക്കെ വെച്ചിരിക്കുന്നത്, ഇല്ലേച്ചാ? അതെ, ഓരോരുത്തരുടെയും ജീവിതം കഴിയുമ്പോൾ നല്ല കാര്യങ്ങളെല്ലാം പറയണമല്ലോ, അതിനു വേണ്ടി മെമ്മോറിയൽ ലെക്ചർ നമ്മൾ വെച്ച്. ഇന്ന് നാം ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ധന്യമായ ജീവിതം ഈ സഭയെ ഒരാഗോള സഭയായിട്ട് മാറ്റി. ഓരോ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ മാർത്തോമാ സഭ എന്ന് പറയുമ്പോൾ അവർ ഉടനെ ചോദിക്കുന്നത് ക്രിസോസ്റ്റം ബിഷപ്പിൻ്റെ സഭയാണോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഈ സഭയെ മാറ്റുവാനായിട്ട് തിരുമേനിയുടെ വ്യക്തിത്വം അത് വളരെ ശ്രേഷ്ഠമായിട്ട് ഉപയോഗിച്ചു. അത് അനുഗ്രഹകരമായി തീർന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ഈ ഡയോസിസിനെ സംബന്ധിച്ച് തിരുമേനിയുടെ സേവനം വളരെ വിലപ്പെട്ടതാണ്. 1980 തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ക്രിസോസ്റ്റം തിരുമേനി ഭദ്രാസന അധ്യക്ഷൻ എന്ന രീതിയിൽ വരുന്നത്. 1990 വരെ ഈ ഭദ്രാസനത്തെ വളരെ നല്ല രീതിയിൽ നയിച്ച് ഇന്ന് കാണുന്നതായ വളർച്ചയുടെ അടിസ്ഥാനം തിരുമേനിയുടെ ദർശനത്തിൻ്റെ ഫലമായിട്ട് ആണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. ഞാൻ ഈ തെക്കൻ തിരുവിതാംകൂറൊക്കെ ചെല്ലുന്നതായ സമയത്ത് അവിടെയുള്ളതായ പ്രവർത്തനങ്ങളൊക്കെ അന്ന് വളരെ ശക്തമായിട്ട് ആരംഭിച്ച് തിരുമേനി എത്രമാത്രം അതിൽ വ്യാപൃതനായിരുന്നു. നമ്മുടെ സ്റ്റാഡ് ഒക്കെ ആരംഭിച്ച് അത് പ്രവർത്തിക്കുവാൻ, ഗൈഡൻസ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ച് അത് മുന്നോട്ട് നയിക്കുവാൻ ആ കാലഘട്ടത്തിൽ എടുത്തതായ തീരുമാനം ഈ ഡയോസിസിൽ ആകമാനം ഒരു വളർച്ച, ഒരു സാമൂഹ്യ പ്രതിബദ്ധത വെളിപ്പെടുത്തുന്നതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സഹായകരമായി തീർന്നു എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഈ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ ഇന്ന് ഈ ഒരു 5ാമത് മെമ്മോറിയൽ ലെക്ചർ നടക്കുമ്പോൾ തിരുമേനിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. ഭദ്രാസനത്തിൻ്റെ വളർച്ചയിൽ നിർവഹിച്ചതായ ശുശ്രൂഷകൾ എത്ര ധന്യമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ ഒരു മെമ്മോറിയൽ ലെക്ചർ ഇവിടെ നടക്കുന്ന സമയത്ത് കൂടി വന്നിരിക്കുന്നതായ വിശിഷ്ട വ്യക്തികൾ, ഓരോ രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ വ്യാപൃതരാകുന്ന എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ക്രിസോസ്റ്റം തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ്, തിരുമേനിയുടെ സ്നേഹം അനുഭവിച്ചവരാണ്, തിരുമേനിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരാണ്. ഈ സഭ എന്നും അത് മാനിക്കുന്നു. ദൈവത്തിൻ്റെ ദിവ്യമായിട്ടുള്ളതായ കൃപ അനുഭവിച്ച് മനുഷ്യനെ മനുഷ്യനായി കണ്ട് മനുഷ്യനിലെ മനുഷ്യത്വം എടുത്തു കാട്ടി എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതായ ഒരു വലിയ ജീവിത മാതൃക, അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ എപ്പോഴും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു മെമ്മോറിയൽ ലെക്ചർ ആരാണ് നടത്തേണ്ടത് എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ പിതാവിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. ഞാൻ പിതാവിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. അതെ, ഞാൻ വരാം. പിന്നീട് കണ്ട കാര്യങ്ങളൊക്കെ പറയുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ഒരു സാവകാശം നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് തിരുവനന്തപുരം ആർച്ച് ഡയോസിസ് അതിൻ്റെ വളർച്ചയിൽ പിതാവിൻ്റെ സേവനം വളരെ വിലപ്പെട്ടതാണ്. ഹംബിൾ, സിമ്പിൾ പേഴ്സണാലിറ്റി എന്ന രീതിയിൽ നമ്മൾ ക്രിസോസ്റ്റം തിരുമേനിയെ വിശേഷിപ്പിക്കുമെങ്കിൽ അതേമാതിരി ഉള്ള ഒരു വ്യക്തിത്വമാണ് നെറ്റോ പിതാവിലും നാം കാണുന്നത്. താഴ്മയുടെ പ്രതീകം, ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ളതായ താല്പര്യം, ഈ ആർച്ച് ഡയോസിസിനെ ഏത് രീതിയിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കും. ഉസാപാക്യം പിതാവിന് ശേഷം ആ ഒരു മാതൃക സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ധന്യമായ രീതിയിൽ ഇന്ന് ഈ ഭദ്രാസനത്തെ നയിക്കുന്നു. നമുക്ക് നല്ല ആലോചനകൾ നൽകി തിരുമേനിയുടെ നല്ല ഓർമ്മകൾ നമുക്ക് അയവിറക്കുവാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരും താല്പര്യപൂർവ്വം കടന്നു വന്നതിൽ അതിയായ സന്തോഷം. നമ്മുടെ ഈ ഒരു കൂടിവരവ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ
ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഇപ്രകാരം കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം മുന്നോട്ട് നയിപ്പാൻ സാധിക്കും. പിതാക്കന്മാരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ജീവിതത്തെ നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ മെത്രാപ്പോലീത്ത തിരുമേനി തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി ഇന്ന് രാവിലെ തന്നെ ഇവിടെ വരുവാനായിട്ട് ക്രമീകരണമൊക്കെ ചെയ്തതാണ്. എന്നാൽ പെട്ടെന്ന് ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉള്ളതിനാൽ വരുവാൻ സാധിച്ചില്ല. തിരുമേനിയുടെ ആശംസകളൊക്കെ ഇവിടെ പറഞ്ഞു. പ്രത്യേകിച്ച് സഭ പിതാക്കന്മാരെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രത്യേകിച്ച് ക്രിസോസ്റ്റം തിരുമേനിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.